എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പിള്ളിയിലേക്കാണ്. അതിരപ്പിള്ളി വാഴച്ചാൽ ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടം സന്ദർശിക്കുന്നതിലാണ് കൂടുതൽ മനോഹാരിതയുള്ളത്. പോകുന്ന വഴി ഡ്രീം വേൾഡ് അക്വ തീം പാർക്ക് കാണാം. കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ ഇവിടേക്ക് വരാറുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി അതിരപ്പിള്ളി പഞ്ചായത്തിലാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഉള്ളത്. ഏകദേശം 24 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളം ഒഴുകിയെത്തുന്നത് ചാലക്കുടി പുഴയിലാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 63 കിലോമീറ്റർ അകലെയുള്ള അതിരപ്പിള്ളി പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴയുടെ ഭാഗമാണ്. ഷോളയാർ വനമേഖലയുടെ കവാടമാണ് അതിരപ്പിള്ളി. റംബൂട്ടാൻ സമൃദ്ധിയായി ഇവിടെ വളരുന്നു. പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകാതിരിക്കാനായി റംബൂട്ടാൻ മരത്തിനു മുകളിൽ നെറ്റ് വിരിച്ചിരിക്കുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന നിബിഡ വനങ്ങൾ അപൂർവ ജൈവസമ്പത്തിൻ്റെ കലവറയാണ്. വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും വിവിധയിനം ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. കാടർ, മലയർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ ഇവിടത്തെ വനങ്ങളിൽ നിവസിക്കുന്നു. ഇവിടെ ധാരാളം പനകളും കാണാം. പാം ഓയിൽ ഈ പനകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ നിന്നുമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ, കാറിന് 30 രൂപയും. ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പാർക്കിംഗ് ഏരിയ കാണാം. ഇവിടെ റെയിൻകോട്ട്, കുട എന്നിവ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോൾ നനയാതിരിക്കാനായി റെയിൻകോട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. വാട്ടർഫോളിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെ ധാരാളം കുരങ്ങുകളെയും കാണാം. ഇവിടെ നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. പോകുന്ന വഴി റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യവുമുണ്ട്. ഐസ്ക്രീം, ടീ എന്നിവയുടെ ഷോപ്പുകളും റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ചെറിയ കൂടാരങ്ങളും ഇരിക്കാനുള്ള സ്ഥലവും നനഞ്ഞു കഴിഞ്ഞാൽ മാറ്റാനായിട്ടുള്ള ലേഡീസ് ടോയ്ലറ്റും എല്ലാം ഇവിടെ കാണാം. ജൂൺ മാസത്തിലെ മഴയുള്ള ദിവസമാണ് യാത്ര നടത്തിയതെങ്കിലും ഇവിടെ എത്തുന്നതുവരെ നല്ല വെയിലായിരുന്നു. ഇവിടെ എത്തിയതും മഴ പെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വെയിലായി, വീണ്ടും മഴ. ഇതായിരുന്നു ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഇവിടെ നിന്നുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. മഴയൊന്നും ഒരു പ്രശ്നമാകാതെ പലരും മഴ നനയുന്നുണ്ടായിരുന്നു. നല്ല ഒഴുക്കുള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനായി വടം കെട്ടിവെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ കൂടാരം പ്രളയമുണ്ടായപ്പോൾ പോലും നശിച്ചു പോകാതെ നിലനിന്നിട്ടുള്ളതാണ്. എത്ര കണ്ടാലും മതി വരാതെ, ഇവിടെ നിന്നും പോകാൻ തോന്നാതെ.
മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പിള്ളി. സംവിധായകൻ മണിരത്നത്തിൻ്റെ രാവൺ സിനിമയിലെ പ്രശസ്തമായ സംഗീതരംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ്. ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങൾ അതിരപ്പിള്ളിയിൽ ചിത്രീകരിച്ച് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ വിപുലീകരിച്ചവയാണ്. റോഡിൽ നിന്നും ഇവിടേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഏകദേശം അത്ര തന്നെ ദൂരം ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനും ഉണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച ശേഷം താഴേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങാനും പടവുകൾ കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തിയതും മഴ തുടങ്ങി. മഴ പെയ്തില്ലെങ്കിലും ഇത്രയും ഉയരത്തിൽ നിന്നും വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ തെറിക്കുന്ന വെള്ളം മൂലം അവിടെ ആകെ മഴ പെയ്യുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. മരങ്ങളെല്ലാം കാറ്റിൽ ആടി ഉലയുന്നത് കാണാം. ഫോണിലൂടെയും വെള്ളം ഒഴുകി വരുന്നതിനാൽ വീഡിയോ പകർത്താനും ബുദ്ധിമുട്ടാണ്. റെയിൻകോട്ട് വാങ്ങാമായിരുന്നു എന്ന് തോന്നി. ഞങ്ങളുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നതിനാൽ കോട്ടിൻ്റെ ആവശ്യം വേണ്ടിവരില്ലെന്നാണ് വിചാരിച്ചത്. നനഞ്ഞാലും അവിടെ നിന്നുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച, ഇവിടുത്തെ ഒരു വൈബ്, അത് ഇവിടെ വന്നു തന്നെ അറിയണം. വീഡിയോ എടുക്കണ്ടേ? 80 അടി ഉയരത്തിൽ നിന്നും പാറക്കെട്ടിലേക്ക് വീണ് ചിതറുന്ന വെള്ളത്തിൻ്റെ മാസ്മരികൾ. എൻട്രൻസിന് അടുത്തുള്ള റോഡ് സൈഡിലുള്ള ഹോട്ടലിൽ നിന്ന് ലഞ്ചും കഴിച്ച് ഞങ്ങൾ കാറിൽ കയറി. അവിടെ നിന്നും നേരെ 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാഴച്ചാലായി. വാഴച്ചാലിലേക്ക് പോകുന്ന വഴി ചാർപ്പ പാലം. ഇവിടെയും നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. റെയിനി സീസൺ ആയതുകൊണ്ടായിരിക്കും ഇവിടെയും ഇത്ര ഭംഗി. കാടിനുള്ളിലൂടെയുള്ള ഈ യാത്ര തന്നെ ഒരു സുഖമാണ്.
വാഴച്ചാൽ എത്തി. ഇവിടെയും എൻട്രി ഫീ ഉണ്ട്. പക്ഷേ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്നും ടിക്കറ്റ് എടുത്തതിനാൽ അത് കാണിച്ചു കൊടുത്താൽ മതി. ഇവിടെയും ചെറിയ പാർക്കുണ്ട്. ചെടികളും മരങ്ങളും കൊണ്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. ഹരിത സമൃദ്ധിയാൽ അനുഗ്രഹീതമാണ് ചുറ്റുവട്ടം. വംശനാശം നേരിടുന്ന 4 തരം വേഴാമ്പലുകൾ വാഴച്ചാൽ വനങ്ങളിലെ അന്തേവാസികളാണ്. പക്ഷിശാസ്ത്രജ്ഞരുടെയും പക്ഷി നിരീക്ഷകരുടെയും ഇഷ്ടകേന്ദ്രം കൂടിയാണ് വാഴച്ചാൽ. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അപകട സാധ്യതയും മുന്നറിയിപ്പ് ബോർഡുകളും വകവയ്ക്കാതെ അലക്ഷ്യമായി വെള്ളത്തിലിറങ്ങിയിട്ടുള്ള വിനോദങ്ങൾ പലപ്പോഴായി പലരുടെയും ജീവഹാനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ചടുല താളമാണ് അതിരപ്പള്ളിക്കെങ്കിൽ ആരെയും മയക്കുന്ന മതാല സ്വഭാവമാണ് വാഴച്ചാലിനെന്നാണ് പറയുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലെ തണുത്ത മഞ്ഞണിഞ്ഞ ജലവും പാറകൾ നിറഞ്ഞ ഭൂപ്രകൃതിയും കാടും സന്ദർശകർക്ക് ഇത് ഒരു രമണീയ അനുഭവമാക്കുന്നു. ഇവിടേക്ക് വരുന്ന വഴിക്ക് തന്നെയാണ് തുമ്പൂർമൊഴി ഡാമും ഗാർഡനും ഹാങ്ങിങ് ബ്രിഡ്ജും എല്ലാം ഉള്ളത്. അത് പിന്നീട് ഒരിക്കൽ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ നിന്നും പോന്നു.